പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാക്രോണിയും കൊണ്ട് ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ സാധാരണ റവ അതുപോലെ ഗോതമ്പും സേമിയ കൊണ്ടൊക്കെ ഉപ്മാവ് റെഡിയാക്കാറുണ്ടല്ലേ. നമുക്ക് മാക്രോണിയും കൊണ്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നിങ്ങൾ ഫേസ്ബുക്കിൽ കാണണമെങ്കിൽ പേജ് കൂടെ ഫോളോ ചെയ്യുന്ന കാര്യം കൂടെ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് മാക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഒരു ബൗൾ മാക്രോണി എടുക്കുകയാണെങ്കിൽ ഒരു 2-3 ബൗൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഈ ഒരു ബൗളിലാണ് മാക്രോണി എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുക. മാക്രോണി വെന്ത് വരുമ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. അതുപോലെ തന്നെ അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് വീർത്ത് വരും. അപ്പോൾ അതിനായിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരും. ഒരു 8 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ ഗ്യാസ് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇതുപോലെ സോഫ്റ്റായിട്ട് വരും കേട്ടോ. അതിനുശേഷം നമുക്കിത് ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിൽ ഒരു പ്ലേറ്റിൽ അല്ലെങ്കിൽ ഒരു ട്രേയിൽ ഇതുപോലെ മാറ്റി വെച്ച് കൊടുക്കാം. അത് മാറ്റി വെച്ചല്ലോ. അതിനുശേഷം നമുക്ക് ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അല്ലേ. ആദ്യം തന്നെ കടായി ചൂടാകുമ്പോൾ ഏതെങ്കിലും എണ്ണ കേട്ടോ, വെജിറ്റബിൾ ഓയിൽ ഏത് ആണെങ്കിലും കുഴപ്പമില്ല, കോക്കനട്ട് ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് മൂത്ത് വരുമല്ലോ. ആ സമയത്ത് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള പച്ചമുളകും അതുപോലെ ഇഞ്ചി അതും കൂടെ ചേർത്തതിന് ശേഷം ഒരു റോ ടേസ്റ്റൊക്കെ ആ ഒരു ഇഞ്ചിയുടെയൊക്കെ ഒരു റോ ടേസ്റ്റ് മാറിയതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സിക്കവും ക്യാരറ്റും ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസോ അതുപോലെ തന്നെ നമുക്ക് ഏത് വെജിറ്റബിൾസും ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം അതൊന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. തക്കാളിയും അതുപോലെ തന്നെ ഒന്ന് മൂത്ത് വരുന്നതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ മുളക് പൊടി, നമ്മളുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണൊക്കെ കായപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോൾ നമുക്കതിൽ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു ബൗളാണ് മാക്രോണി എടുത്തതല്ലേ. അപ്പോൾ ഒരു ഹാഫ് ബൗൾ അല്ലെങ്കിൽ ഒരു ഹാഫിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ തേങ്ങ ചേർത്തിട്ടുണ്ട്. തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ഒരുപാട് ഫ്രൈ ഒന്നും ആക്കണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മതി. വെജിറ്റബിൾസിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ തന്നെ മാക്രോണിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഇപ്പം നമ്മൾ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പ് മാത്രമേ ചേർക്കുള്ളൂ. കുറച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുമല്ലോ. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മാക്രോണി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്മാവ് തന്നെയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അതേപോലെ തന്നെ നമുക്ക് ഡിന്നറായിട്ടും നമുക്ക് ഈ ഉപ്മാവ് കഴിക്കാം കേട്ടോ. നമുക്കിനി പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.